തൃശൂർ മാപ്രാണം ഹോളി ക്രോസ് തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി തിരിതെളിയിക്കൽ വഴിപാട് ആഘോഷമായി നടന്നു. ആൾത്തൂക്കത്തിലുള്ള മെഴുകുതിരികളാണ് ഇവിടത്തെ പ്രത്യേകത. ആൾത്തൂക്കത്തിലുള്ള 200ഓളം തിരികളാണ് തെളിയിച്ചത്. കുരിശിന്റെ കപ്പേളയിൽ കുരിശുമുത്തപ്പന് മുൻപിൽ തെളിയിക്കുന്ന തിരികൾ മതസൗഹാർദ്ദത്തിന്റെ അടയാളം കൂടിയാണ്. 1986 ഒരു ഹൈന്ദവ കുടുംബമാണ് ഈ വഴിപാടിന് തുടക്കം കുറിച്ചത്. തങ്ങളുടെ കുടുംബം നേരിട്ട പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കുരിശുമുത്തപ്പന് 64 കിലോ തൂക്കം വരുന്ന മെഴുകുതിരിയാണ് അന്ന് സമർപ്പിച്ചത്. പിന്നീട് ആ കുടുംബത്തിന്റെ വിശ്വാസം നാട് ഏറ്റെടുക്കുകയായിരുന്നു. ഒരാൾ തൂക്കത്തിലും കുടുംബത്തിലെ മുഴുവൻ പേരുടെ ശരീരഭാരത്തിലും കുട്ടികൾ ദമ്പതിമാർ എന്നിങ്ങനെ പല തൂക്കത്തിലും വഴിപാട് തിരികൾ ഭക്തർ കുരിശിന്റെ കപ്പേളയിൽ സമർപ്പിച്ചു. ആൾത്തൂക്കത്തിൽ മെഴുകുതിരികൾ സമർപ്പിക്കുന്ന വഴിപാട് കേരളത്തിൽ മറ്റൊരു ആരാധനാലയത്തിലുമില്ല. പള്ളിയിൽ പ്രവർത്തിക്കുന്ന മാർക്ക് എന്ന സംഘടനയാണ് തിരികൾ നിർമ്മിക്കുന്നത്. എല്ലാ വർഷവും തിരുനാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 13-നാണ് തിരിതെളിയിക്കൽ ചടങ്ങ് നടക്കുന്നത്. 1928 ഈ ദേവാലയം സ്ഥാപിതമായത്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹൈന്ദവ കുടുംബത്തിലെ അമ്മ തൻ്റെ പ്രതിസന്ധിക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നേർച്ച നേർന്നു. അത് തിരുനേർച്ചയാണ്, ആൾത്തൂക്ക തിരുനേർച്ച. അന്നു മുതലാണ് ഈ കപ്പേളയിൽ ആൾത്തൂക്ക തിരികൾ കത്തിക്കുക ആരംഭം കുറിച്ചത്. ഇന്ന് ഈ 2025-ൽ 220 കിലോ തിരി മുതൽ 5 കിലോ വരെയുള്ള തിരികൾ 98ഓളം തിരികൾ ഇന്ന് ഈ ദിവസം ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. AD 928 സ്ഥാപിതമായ പള്ളി 1079 വർഷം പിന്നിട്ടതിന്റെ ഓർമ്മക്കായി ഇതേ തൂക്കത്തിൽ നിർമ്മിച്ച മെഴുകുതിരിയും പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തിരിതെളിയിക്കൽ ചടങ്ങിന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 202 കിലോ തൂക്കം വരുന്ന മെഴുകുതിരി ഉൾപ്പെടെ ഇത്തവണ വഴിപാടായി സമർപ്പിച്ചിട്ടുണ്ട്. തിരുനാൾ ആഘോഷം കഴിഞ്ഞാലും വിവിധ വിശ്വാസികൾ ഇവിടെ തിരികൾ തെളിയിക്കാറുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.